ഇന്ന് കാണാൻ പോകുന്ന കറക്കം എന്ന മലയാളം മൂവിയാണ്. സിനിമയുടെ ആദ്യം തന്നെ കാണിക്കുന്നത് കഴിഞ്ഞ ഡിസംബറിൽ നടന്ന കാര്യങ്ങളാണ്. ഒരാൾ മദ്യലഹരിയിൽ കൊച്ചിയിലുള്ള ഒരു സെമിത്തേരിയിലെത്തുന്നു. അയാൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് ഒരു കല്ലറയിൽ ചോട്ടിപ്പോയിട്ട് അയാൾ ലില്ലിക്കുട്ടി എന്ന് വിളിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ലില്ലിക്കുട്ടി നീ ഇത്ര നേരത്തെ അങ്ങോട്ട് പോയത് നന്നായി, ഈ ലോകം ഭയങ്കര ദുഷിച്ചതാണ് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അയാൾ തന്നെ പറയുന്നുണ്ട്, നിനക്ക് വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ താടിയും മുടിയൊക്കെ നീട്ടിയത്, ഇനി ഞാൻ ഇതൊക്കെ വടിക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ പോവുകയാണ് അവിടുന്ന്. അങ്ങനെ തിരിഞ്ഞു പോകുന്ന സമയത്ത് അയാളുടെ കൈ തട്ടി ഒരു കല്ലറയിലെ കുരിശ് ഇളകുകയാണ്. എന്നാൽ അത് താഴേക്ക് വീഴുന്നുമില്ല. അയാൾ പോയ ശേഷം ആ കുരിശ് തന്നെ നേരെ ആവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ഡാൻസ് ട്രൂപ്പാണ്. അവർ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അവർ പറയുന്നുണ്ട്, നാളെ ന്യൂ ഇയർ അല്ലേ, നിൻ്റെ ബിയർ മേടിക്കാൻ പൈസയൊക്കെ ഉണ്ടോ എന്ന്. എന്നാൽ നായകൻ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പം പൈസയില്ല, പക്ഷെ ഞാൻ അടുത്ത വർഷം ന്യൂ ഇയറിന് പൈസ ഇട്ടോളാം എന്ന് പറയുകയാണ്. അവിടെ പിങ്കി എന്ന് പേരുള്ളൊരു പെണ്ണുണ്ടായിരുന്നു. അവൾ പറയുകയാണ്, നാളെ ഷൂട്ടിങ്ങിന് ഏതായാലും സമയത്തിന് എത്തിക്കണം, താമസിക്കില്ലെന്ന്. അപ്പം കൂട്ടുകാരൻ പറയുകയാണ്, അവൻ ഏതായാലും സമയത്തിനെത്തും, നീ ഒന്നും പേടിക്കേണ്ട, അവനെ വിശ്വസിക്കാം എന്നൊക്കെ. എന്നാൽ പിങ്കി പറയുന്നുണ്ട്, അവനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയായി പോയേ എന്ന് പറയുന്നു. ശരിക്കും നമ്മുടെ നായകനും പിങ്കിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. പിന്നീട് കാണിക്കുന്ന നായകൻ്റെ വീട്ടിലോട്ട് പോകുന്നതാണ്. അവന് ഒരു അച്ഛനും അമ്മയും ഒരു പെങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ നായകനൊരു വാൻ ഉണ്ടായിരുന്നു. ആ വാൻ മേടിച്ച് തന്നെ ലോൺ എടുത്തിട്ടായിരുന്നു. എന്നിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്, ആ വാൻ മേടിച്ചതിൻ്റെ ലോൺ നിനക്ക് അടയ്ക്കാറായില്ലേ, അത് അടയ്ക്കേണ്ട ഡേറ്റൊക്കെ ആയി, നീ എന്താ അടയ്ക്കാത്തതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നായകൻ പറയുന്നുണ്ട്, ഞാൻ നാളെ രാത്രിക്കുള്ളിൽ അടച്ചേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ അനിയത്തിയോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ കയ്യിൽ ഒരു 500 രൂപ എടുക്കാനുണ്ടോയെന്നു. എന്നാൽ അവൾ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവനെ ഒഴിവാക്കി വിടുന്നു. എന്നിട്ട് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അമ്മ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പം വന്നോളൂ, നീ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് സമാധാനമുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നതെന്ന്. അമ്മ പറയുന്നുണ്ട്, എനിക്കറിയാം നിനക്ക് എവിടെയാണ് സമാധാനം കിട്ടുന്നതെന്ന്. പിന്നീട് കാണിക്കുന്ന അംബിക ലോഡ്ജാണ്. അവിടേക്കൊരു കപ്പിളെത്തുന്നു. എന്നിട്ട് ആ പെൺകുട്ടി ചോദിക്കുകയാണ്, ഇത്രയും ചീപ്പായിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മൾ റൂം എടുക്കാൻ പോകുന്നതെന്ന്. എന്നാൽ കൂട്ടുകാരൻ പറയുകയാണ്, ഇത് കൊച്ചിയിലെ ഏറ്റവും സേഫായിട്ടുള്ളൊരു പ്ലേസാണ്, ഇവിടെ നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ വരത്തില്ലെന്ന്. എന്നാൽ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ കൂട്ടുകാരൻ പറയുകയാണ്, ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് റിസപ്ഷൻ ഏരിയയിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് നായകൻ അവിടേക്ക് എത്തുന്നത്. എന്നിട്ട് റിസപ്ഷൻ ഏരിയയിൽ ചോദിക്കുകയാണ്, ജാക്സൺ എവിടെയെന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ജാക്സനെ നോക്കിയാൽ ഞാനും നിൽക്കുന്നത്, ന്യൂ ഇയറിൻ്റെ മദ്യം മേടിക്കാനുള്ള പൈസയുടെ പിരിവ് ഇട്ടിട്ട് പൈസയും കൊണ്ട് അവൻ പോയതാണ്, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല, അവൻ വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് നായകനോട്. എന്നാൽ നായകൻ പറയുന്നുണ്ട്, അവനെ നിനക്ക് ശരിക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ്, അവൻ വെത്തുമെന്ന് പറഞ്ഞാൽ എത്തും, ആൽക്കഹോളും വരും എന്നൊക്കെ പറഞ്ഞ് ജാക്സിൻ്റെ റൂമിലെ കീ മേടിച്ചുകൊണ്ട് അവൻ റൂമിലേക്ക് പോവുകയാണ്. ഇതൊക്കെ പറഞ്ഞ ശേഷം അവൻ റൂമിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന മദ്യം കുടിച്ച് അവിടെ കിടന്നുറങ്ങുകയാണ്. പിന്നീട് രാത്രിയിൽ പാർട്ടിയുടെ ഒച്ചയായിട്ട് അവൻ എഴുന്നേൽക്കുന്നു. എന്നിട്ട് അവൻ പാർട്ടിക്ക് പോകുന്നു. അവിടെ DJ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പാർട്ടി ചെയ്യുമ്പോൾ അവിടേക്ക് കുറേ ആൾക്കാരെത്തുന്നു. എന്നിട്ട് പറയുകയാണ് DJയോട്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നീ ഇവിടെ വന്നിട്ടാണോ DJ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ അടി ഉണ്ടാവുകയാണ്. അവിടെ നിന്ന് നമ്മുടെ നായകൻ ഇറങ്ങി ഓടുകയാണ്. എന്നിട്ട് ഓടി അവൻ്റെ വാൻ കയറുമ്പോഴത്തേക്കിനും വേറൊരാളും കൂടെ വാനിലേക്ക് വരികയാണ്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, നീ ആരാന്ന്. അവർക്ക് പരസ്പരം അറിയത്തില്ലായിരുന്നു. എന്നാലും അവർ വണ്ടി ഓടിച്ച് പോവുകയാണ് ആ അടിയിൽ നിന്നും. അങ്ങനെ അവിടെ നിന്നും അവർ രക്ഷപ്പെടുകയാണ്. എന്നാൽ നമ്മൾ നായകൻ പറയുന്നുണ്ട്, എനിക്ക് ആൾതാമസമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കുറച്ച് നേരം സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങണമെന്ന്. എന്നാൽ മറ്റേ ആൾ പറയുന്നുണ്ട്, ഇതുപോലെയാണ് നമ്മുടെ ഓടിയിലെങ്കിൽ നമ്മൾ മിക്കവാറും വല്ല സെമിത്തേരിയിലും പോയി കിടക്കുമെന്ന്. എന്നിട്ട് നമ്മൾ നായകൻ സെമിത്തേരിയിൽ തന്നെ എത്തി എന്ന് പറഞ്ഞ് വാൻ ആ സെമിത്തേരിയിലേക്ക് കയറ്റുകയാണ്. എന്നിട്ട് സെമിത്തേരി വണ്ടി ഇട്ട ശേഷം അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് അവർ തമ്മിൽ പരിചയപ്പെടുകയാണ്. അവൻ പറയുന്നു, എൻ്റെ പേര് ഖാജ, ഞാനൊരു പോർട്രേറ്റ് ആർട്ടിസ്റ്റ് ആണെന്ന്. എന്നാൽ നമ്മുടെ നായകൻ പറയുന്നുണ്ട്, എൻ്റെ പേര് ധനുഷ് എന്നാണ്, ഞാനൊരു ഡാൻസറാണെന്ന്. അപ്പോൾ ഖാജ അവൻ്റെ ഉണ്ടായിരുന്ന ഒരു കുപ്പി എടുക്കുകയാണ്. എന്നിട്ട് അവർ അവിടെ നിന്ന് കുടിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. അങ്ങനെ അവരവിടെ ഇരുന്ന് മദ്യപിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ധനുഷ് ശ്രദ്ധിക്കുന്നത്, അവിടെ എല്ലാ കല്ലറയിലും സിമെൻറ്റിൻ്റെ കുരിശാണ്, എന്നാൽ 5 കല്ലറയിൽ മാത്രം പിച്ചളയുടെ കുരിശും. അപ്പോൾ അവർ തമ്മിൽ പറയുകയാണ്, ഇതൊക്കെ പക്ഷപാതമാണ്, പക്ഷപാതം നമുക്ക് വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പിച്ചളയും കൊണ്ടുള്ള 5 കുരിശ് അവർ പറിച്ചെടുക്കുകയാണ് കല്ലറയിൽ നിന്നും. അതിനുശേഷം അവർ വേറൊരു കല്ലറയിൽ പോയി വീണ്ടും മദ്യപിക്കുകയാണ്. എന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് വെടിപൊട്ടുന്ന ഒച്ചയേക്കുന്നത്. അങ്ങനെ ന്യൂ ഇയറും എത്തി. പക്ഷെ ധനുഷിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആരോ അവനോട് സംസാരിക്കുന്നതായിട്ട് തോന്നി. അവൻ ചാടി എഴുന്നേറ്റു. അവിടെ ആരോ നടക്കുന്നത് പോലെ അവന് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവൻ ഖാജയെ വിളിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പോകാം എന്നൊക്കെ പറഞ്ഞ് അവർ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് അവർ പറയുകയാണ്, ഈ പിച്ചളയും കൊണ്ടുള്ള കുരിശ് നമുക്ക് എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും വിൽക്കാം, നല്ല കാശ് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആ കുരിശുമായിട്ടാണ് അവർ തിരിച്ച് ലോഡ്ജിലോട്ട് പോകുന്നത്. അങ്ങനെ അവർ ലോഡ്ജിലെത്തി. ഖാജയുടെ റൂമിലാണ് അവർ കിടന്നുറങ്ങുന്നത്.
അങ്ങനെ ഉറക്കത്തിനിടയ്ക്ക് ധനുഷിനോട് ആരോ സംസാരിക്കുന്ന പോലെ അവന് തോന്നി. അവൻ കണ്ണു തുറന്നപ്പോൾ അവൻ അറിയത്തില്ലാത്ത ഒരു 5 പേര് അവനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. അവൻ പേടിച്ച് കാറിയപ്പോൾ ഖാജ എഴുന്നേറ്റു. എന്നിട്ട് പറയുകയാണ്, ഇതെൻ്റെ റൂമാണ്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞ് ആ 5 പേരെ അവൻ റൂമിന് വെളിയിൽ ഇറക്കി വിടുകയാണ്. അടുത്ത ദിവസം രാവിലെ പിങ്കി ധനുഷിനെ വിളിക്കുന്നു. എന്നിട്ട് ഷൂട്ടിംഗ് ഉള്ളതല്ലേ ഇന്ന്, നീ എന്നെ വരാൻ താമസിക്കണേന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. എന്നാൽ ധനുഷ് പറയുന്നുണ്ട്, ഞാൻ സ്റ്റെപ്പിൽ നിന്ന് വീണു, അതുകൊണ്ട് എൻ്റെ കാലിന് വയ്യ, ഇന്ന് ഷൂട്ടിംഗ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഫോം വെക്കുന്നു. അപ്പോഴാണ് ഖാജ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഖാജ പറയുകയാണ്, നമുക്ക് ആ പിച്ചിലെ കുരിശ് കൊണ്ട് കൊടുക്കേണ്ട ആൾ സെറ്റായി, നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് അവർ വാനെ കയറി പോവുകയാണ്. അവർ ആ കുരിശുകളെല്ലാം ഒരു ഷോപ്പെട്ടിക്കടയിൽ കൊടുക്കാനായിരുന്നു ഇരുന്നത്. അങ്ങനെ അവർ ഷോപ്പെട്ടിക്കടയിലെത്തി. എന്നാൽ ആ കടയുടെ ഫ്രണ്ടിൽ മുഴുവൻ ആൾക്കൂട്ടം. ഖാജ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്താ ആൾക്കൂട്ടം എന്ന് നോക്കി. അവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നു. അത് വേറെ ആരുമല്ലായിരുന്നു, ആ ഷോപ്പിൻ്റെ ഓണർ തന്നെയായിരുന്നു. ഖാജ അന്ന് രാവിലെ നടന്ന സംഭവങ്ങൾ ഓർക്കുകയാണ്. ആ പിച്ചിള കുരിശുകൾ എത്ര വില കിട്ടും എന്ന് ഖാജ അയാളോട് രാവിലെ ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ്, അതിന് വലിയ പൈസയൊന്നും കിട്ടത്തില്ല, അത്ര വിലയുള്ള സാധനമൊന്നും അല്ല അതെന്ന് പറഞ്ഞ് പുച്ഛിക്കുകയാണ്. അപ്പോൾ ഖാജ പറയുന്നുണ്ട്, വലിയ പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനും വരാം, അന്നത്തേക്കിനും പൈസ റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അരമണിക്കൂറല്ല, നീ 55 വർഷം കഴിഞ്ഞ് വന്നാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ ആളാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. അങ്ങനെ അവർ അവിടെ നിന്നും പോവുകയാണ്. അവർ നേരെ പോകുന്നത് സെമിത്തേരിയിലേക്കായിരുന്നു. അവിടെ ധനുഷിൻ്റെ റൂമിൻ്റെ കീ അവിടെ മിസ്സായി പോയായിരുന്നു. അത് തപ്പിയെടുക്കാനായിരുന്നു അവർ പോയത്. എന്നാൽ അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവിടെ മുഴുവൻ ആൾക്കൂട്ടം. നോക്കിയപ്പോൾ അവിടെ പോലീസും അച്ഛനും നാട്ടുകാരും എല്ലാം ഉണ്ടായിരുന്നു. അവരെന്നാ സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി അവരകത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇവിടെ ദുഷ്ടാത്മാക്കളുടെ ശല്യമൊക്കെ ഉണ്ടെന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞതല്ലേ, എന്നിട്ട് എന്താ നിങ്ങളൊരു നടപടി എടുക്കാത്തത് എന്നൊക്കെ പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട്, ഞാൻ പെട്രോളിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചതെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പം അച്ഛൻ പറയുകയാണ്, ഞാനിവിടെ സെക്യൂരിറ്റി ഗാർഡിനെ വെച്ചു, ഇനി അയാൾ നോക്കിക്കോളും എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ആ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, ഈ കുരിശ് കൊണ്ടുപോയമാർക്കൊന്നും ഒരു സമാധാനവും ജീവിതത്തിൽ ഇനി കിട്ടാൻ പോകുന്നില്ല, ഈ കുരിശുകളുടെ ആത്മാക്കൾ അവരെ പിന്തുടർന്ന് അവർക്ക് ഒരു സമാധാനം കൊടുക്കാത്ത രീതിയിൽ അവരെ ആക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. ഇത് കേട്ട് ധനുഷും ഖാജയും പേടിക്കുന്നു. എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കുകയാണ്, ഇനി ആത്മാക്കൾ നമ്മളെ പുറകെ വരുമോ, ഇനി നമുക്ക് സമാധാനമല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവരത് ഒരു കായലിൽ താക്കാൻ വേണ്ടി പോവുകയാണ്. അവർക്കൊരു സംശയമുണ്ടായിരുന്നു, ഇനി ശവപ്പെട്ടിക്കടയിലെ ആളെ ഇനി ആത്മാക്കൾ തന്നെയാണോ കൊന്നത് എന്നൊക്കെ. അങ്ങനെ അവർ കായലിൻ്റെ അടുത്തെത്തി. കുരിശുകൾ എടുക്കാൻ വേണ്ടി അവർ വാനിൻ്റെ ഡോറ് തുറക്കുന്നു. പെട്ടെന്ന് അതിനകത്ത് കുറേ ആൾക്കാർ അവരെ നോക്കുന്നു. അവർ പേടിച്ച് ഓടിപ്പോകുന്നു. പോകുന്ന ഇടയ്ക്ക് അവർ പറയുന്നുണ്ട്, ഇത് നമ്മൾ ഇന്നലെ റൂമിൽ നിന്ന് ഇറക്കി വിട്ട ആൾക്കാരല്ലേ, അവർ പെട്ടെന്ന് ഇവിടെ എങ്ങനെ എത്തി, അവരെന്നത്ര നമ്മളെ ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ആൾക്കാരെ കാണുന്നുമില്ല. അങ്ങനെ അവർ പെട്ടെന്ന് പേടിച്ച് ഡോർ അടച്ചിട്ട് അവിടെ നിന്നും വാഹനം എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ച പേരിൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് പിങ്കി അവരെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കുകയാണ്. പിങ്കി ആണെങ്കിൽ ധനുഷിനോട് ദേഷ്യപ്പെടുന്നു. എന്നിട്ട് ഖാജയാണെങ്കിൽ ആ സമയത്ത് വാനിലേക്ക് പോവുകയാണ്. എന്നാൽ കുറച്ചു നേരം കഴിയുമ്പോൾ വാനിൽ നിന്നും ഖാജയുടെ ഒച്ചയാണ് കേൾക്കുന്നത്. അവർ ഓടിച്ചെന്നു. നോക്കിയപ്പം അവിടെ ആ 5 പേരും ഉണ്ടായിരുന്നു ആ വാനിനുള്ളിൽ. അവൻ പെട്ടെന്ന് ഖാജയെ രക്ഷപ്പെടുന്നു. എന്നിട്ട് പിങ്കിയോട് പറയുകയാണ്, ഈ 5 പേരാണ് ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നത്, അവർ കാരണമാണ് ഞങ്ങളിപ്പം പോലീസ് അറസ്റ്റ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ പിങ്കി പറയുന്നുണ്ട്, നീയൊക്കെ ഇന്നലെ എന്നാ കുടിച്ച് അവിടെ ആരുമില്ലല്ലോ, എന്നിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് നീ കെട്ടിറങ്ങിയിട്ട് ഇനി എന്നോട് സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ആ സ്റ്റേഷനിൽ നിന്നും അവർ ലോഡ്ജിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ ലോഡ്ജിലെത്തി. എന്നിട്ട് ധനുഷ് പറയുന്നു, ഞാൻ ഈ വണ്ടി ഇവിടെ ഇട്ടേച്ച് ഞാൻ നടന്ന് വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്. എന്നിട്ട് ഖാജ പറയുന്നുണ്ട്, നമ്മൾ സെമിത്തേരിയിൽ നിന്ന് എടുത്ത 5 കുരിശുകളല്ലേ, നമ്മൾ കാണുന്നതും 5 പേരെയല്ലേ, ഇനി അവരുടെ ആത്മാക്കൾ തന്നെയാണോ ഈ 5 പേര് എന്നൊക്കെ പറയുന്നുണ്ട് ധനുഷിനോട്. അപ്പം ധനുഷ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. എന്നാൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ആ 5 പേര് അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അവിടെ അവൻ തിരിച്ച് ലോഡ്ജിലേക്ക് തന്നെ എത്തുന്നു. എന്നിട്ട് ഓടി ഖാജയുടെ റൂമിലെത്തുന്നു. എന്നിട്ട് ഖാജയോട് പറയുകയാണ്, ആ 5 ആത്മാക്കൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേന് ഖാജ ചൂണ്ടിക്കാണിക്കുകയാണ് ആ റൂമിൽ ആ 5 പേരുള്ള കാര്യം. അപ്പോൾ അവർക്ക് മനസ്സിലായാണ് ഇത് ആത്മാക്കൾ തന്നെയാണെന്ന്. അങ്ങനെ പ്രേതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ധനുഷും ഖാജയും ഒരു പാരാസൈക്കോളജിസ്റ്റായ നഗലൻ ദേവസ്യ എടുത്ത് ചെല്ലുന്നു. എന്നാൽ അയാൾ പറയുന്നുണ്ട്, ഈ 2 മാല ഇട്ടാൽ മതി, മാല ഇട്ട് കഴിഞ്ഞാൽ പ്രേതങ്ങളൊന്നും നിങ്ങളെ ശല്യപ്പെടുത്തത്തില്ല, പക്ഷേ ഇതിൻ്റെ വില 10,000 രൂപയാണെന്ന് പറയുകയാണ്. ഇത് കേട്ട് ധനുഷും ഖാജയും പറയുന്നുണ്ട്, ഞങ്ങളുടെ 10,000 രൂപയൊന്നും എടുക്കാനില്ല, ആകെയുള്ള ഞങ്ങളുടെ കയ്യിൽ ഈ കുരിശുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ നകുലൻ ദേവസ്യ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഈ 5 കുരിശുകൾ ഇവിടെ വെച്ചിട്ട് പൊക്കോ. അങ്ങനെ അവർ അന്നത്തെ രാത്രി മുഴുവൻ ഡാൻസ് കളിക്കുകയാണ്. ആ സമയത്ത് നകുലനാണെങ്കിൽ ഈ കുരിശുകൾ വിൽക്കുന്നതിനെ പറ്റി ആലോചിക്കുകയാണ്. അങ്ങനെ അവൻ ആലോചിച്ചെടുക്കുമ്പോൾ അവൻ്റെ കട്ടിലേക്ക് ആ 5 കുരിശുകൾ വന്ന് വീഴുകയാണ്. അവൻ പേടിച്ചു പോകുന്നു.
ആ സമയത്ത് ധനുഷും കാജയും നല്ല ഒച്ചത്തിൽ പാട്ടും ഇട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രേതങ്ങൾ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് വളരെ വലിയ ഒച്ചത്തിൽ അവിടെ ആ ഡാൻസ് കളിക്കുകയാണ് ആ പ്രേതങ്ങൾ. ആ ലോഡ്ജിലുള്ളവർ എല്ലാവരും അന്തിച്ചു പോയി, എന്താ ഇത്ര ഒച്ച കേൾക്കുന്നതെന്ന്. അവർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു അത് പ്രേതങ്ങളാണ്. അങ്ങനെ ധനുഷും കാജയും അവിടെ പേടിച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ അവർ പറയുകയാണ്, ഇത് ഞങ്ങൾ ഡാൻസ് കളിച്ചൊന്നുമല്ല, ഇത് ഇവിടെ പ്രേതങ്ങൾ വന്നു, അതുങ്ങളാ ഡാൻസ് കളിച്ച് എന്നൊക്കെ പറയുകയാണ് എല്ലാവരോടും. അങ്ങനെ ആ സമയത്ത് നകുലൻ ദേവസ്യ അവിടെ എത്തുന്നു. എന്നിട്ട് അയാൾ പറയുകയാണ്, ഈ കുരിശുകൾ എന്നെ ഇന്നലെ രാത്രിയിൽ ഉറക്കിയിട്ടില്ല, ഇത് നിങ്ങൾ തന്നെ എടുത്തോളാൻ പറഞ്ഞ് അത് അവിടെ വെക്കുകയാണ്. അപ്പം ധനുഷും കാഴ്ചയും പറയുന്നുണ്ട്, ആ പ്രേതങ്ങൾ ഇവിടെയും വന്ന് ഡാൻസ് കളിയായിരുന്നു. അങ്ങനെ ആ ലോഡ്ജിലുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായി അവിടെ പ്രേതമുണ്ടെന്ന്. എന്നിട്ട് ഓരോരുത്തരായി ഓരോ കാര്യം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നാൽ നകുലൻ ദേവസ്യ പറയുന്നുണ്ട്, നമുക്കിത് എടുത്തെടുത്ത് തന്നെ തിരിച്ചു കൊണ്ട് വെക്കാം. അപ്പോൾ ധനുഷ് പറയുന്നു, അവിടെ മുഴുവൻ സെക്യൂരിറ്റി ഉണ്ട്, അതുകൊണ്ട് നമുക്കവിടെ കൊണ്ട് വെക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നകുലൻ പറയുകയാണ്, ഈ പ്രേതങ്ങളുടെ കയ്യിൽ നിന്ന് മരിക്കുന്നേക്കാളും നല്ലത് നമുക്ക് അവിടെ പോയി വെക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് അവർ പള്ളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ ലോഡ്ജിലുണ്ടായിരുന്ന 2 പേര് ഓജോ ബോർഡുമായിട്ട് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങളും പോയി പ്രേതങ്ങളെ കാണട്ടെ എന്ന് പറഞ്ഞ് അവർ പോവുകയാണ്. അങ്ങനെ അവർ പള്ളിയിലെത്തി. നകുലൻ ദേവസ്യ ആണെങ്കിൽ കുമ്പസാരിക്കാനും പോയി. കുമ്പസാരം കഴിഞ്ഞിട്ട് അച്ഛൻ വന്ന് കാജയോടും ധനുഷോടും ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ ഈ കുരിശുകളൊക്കെ എടുത്തത്? അവർ പറയുന്നുണ്ട്, ഞങ്ങൾ മദ്യലഹരിയിലായിരുന്നു, അതുമല്ല ഈ കുരിശുകൾ വിറ്റ് കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടുമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് കുരിശുകൾ എടുത്തുകൊണ്ട് പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അച്ഛൻ പറയുന്നുണ്ട്, ഈ കുരിശുകൾ കൊണ്ട് നാട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല, അവരുടെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വേണം ഈ കുരിശുകളെല്ലാം നാട്ടി വെക്കാനും, അതുമല്ല അത് കഴിഞ്ഞിട്ട് ഒപ്പീസും ചെല്ലണം എന്നൊക്കെ പറയുകയാണ്. അപ്പം ധനുഷും കാജയും ചോദിക്കുകയാണ്, എന്നാൽ ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് തരാമോ എന്നൊക്കെ. എന്നാൽ അച്ഛൻ പറയുകയാണ്, 10-30 വർഷം പഴക്കമുള്ള കല്ലറയാണ്, ഇടുക്കിയിലെ വെല്ലുതോണിയിൽ നിന്നും കൊണ്ടുവന്ന് അടക്കിയതാണ് ഇവർ, അതുകൊണ്ട് തന്നെ ഇവരുടെ യാതൊരു വിവരങ്ങളും ഈ പള്ളിയിലില്ല എന്നൊക്കെ പറയുകയാണ്. ആകെ ഉണ്ടായിരുന്ന അവരുടെ കയ്യിൽ ഇടുക്കിയിലെ വെല്ലുതോണിയിൽ നിന്ന് കൊണ്ടുവന്ന ആൾക്കാരാണെന്നും അവരുടെ പേരുകൾ എന്തെന്നും ആണെന്നും മാത്രമാണ്. അവരുടെ കല്ലറയിൽ എഴുതിയ പേരുകൾ ഷാ വർഗീസ്, യാക്കോ പത്രോസ്, പോൾ മത്തായി, ലൂക്ക അവയാൻ, മിസ് റാണി മരിയ എന്നൊക്കെയായിരുന്നു. അങ്ങനെ ഈ വിവരങ്ങൾ വെച്ച് അവർ 3 പേരും കൂടെ ഇവരാരാണെന്നും ഇവരുടെ ബന്ധുക്കൾ ആരാണെന്നും അറിയാൻ വേണ്ടി ഇടുക്കിയിലെ വെള്ളിത്തോണിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പിങ്കിയും അവരുടെ കൂടെ ചേർന്നു. അവർ 4 പേരും കൂടി ഇടുക്കിയിലെ ആ പ്രേതങ്ങളുടെ വിവരം അന്വേഷിക്കാൻ പോവുകയാണ്. അവരുടെ എല്ലാ ചെലവും നോക്കുന്ന പിങ്കിയാണ്. പിങ്കി എന്ന് പറയുന്നുണ്ട്, നമുക്കിതൊരു വെക്കേഷനായിട്ട് കണക്കാക്കിയാൽ മതി, പ്രേതങ്ങളുടെ വിവരമൊന്നും അന്വേഷിക്കേണ്ടെന്ന്. റൂമിലെത്തിയ ശേഷം പിങ്കിയോട് പറയുകയാണ്, പ്രേതങ്ങളുടെ വിവരങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം, അതിനെ കുറച്ച് പ്ലാൻ ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. അപ്പം പിങ്കി ദേഷ്യത്തോട് പറയുകയാണ്, മരിച്ചവർ മരിച്ചുപോയി, ഇനി ജീവിക്കുന്നവരെ പോലും വെറുതെ വിടത്തില്ല എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് പ്രേതങ്ങൾ പ്രത്യക്ഷപ്പെട്ട് പിങ്കിയെ പേടിപ്പിക്കുകയാണ്. പിങ്കി ആദ്യമായിട്ടാണ് ആ പ്രേതങ്ങളെ കാണുന്നത്. അങ്ങനെ അന്നത്തെ രാത്രിയും അവർ 4 പേരും ഒന്നിച്ച് കിടന്ന് ഉറങ്ങുകയാണ് പേടിച്ചിട്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ വാഹനമെടുത്ത് ഇറങ്ങി പ്രേതങ്ങളുടെ വിവരം അറിയാൻ വേണ്ടി. എന്നാൽ അവർക്കൊന്നും കിട്ടിയില്ല. അന്ന് രാത്രി ഖാജയ്ക്കൊരു ഐഡിയ തോന്നി, നമ്മൾ പേര് ചോദിച്ചിട്ടാണ് ആർക്കും മനസ്സിലാകാത്തത്, കാരണം 30 വർഷം മുമ്പ് മരിച്ചുപോയവരല്ലേ, നമുക്ക് അവരുടെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഖാജ അവരുടെ 5 പേരുടെയും ഫോട്ടോ വരയ്ക്കുകയാണ്. അങ്ങനെ ഖാജ പോർട്രേറ്റൊക്കെ വരച്ചിട്ട് അതുകൊണ്ട് പ്രിൻ്റ് എടുക്കുകയാണ്. എന്നിട്ട് ആ നാട്ടിൽ മുഴുവനും അവർ പോസ്റ്റർ അടിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ചാക്കോയാണ്. അയാൾ ടിവിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ന്യൂസിൽ വരുന്നുണ്ട്, ഈ കൊല്ലത്തെ ഷെവരിയാർ പട്ടികയിൽ അയാളുടെ പേരും ഉള്ള കാര്യം. ഇത് കണ്ട അയാൾ അമ്മയോട് പറയുകയാണ്, കണ്ടില്ലേ, ഈ കൊല്ലത്തെ ഷെവരിയാർ പട്ടികയിൽ ഞാനുണ്ട്, ആ അവാർഡും കൂടെ കണ്ടിട്ട് നിങ്ങൾ കണ്ണടച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ്. അന്ന് അമ്മ പറയുന്നുണ്ട്, നീ ചെയ്ത ദുഷ്ടകാര്യങ്ങളൊക്കെ എന്തെങ്കിലും പുറത്തു വരും, അത് ആരെങ്കിലും കൊണ്ടുവരും എന്നൊക്കെ പറയുകയാണ്. എന്നാൽ അയാളാകട്ടെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. പോസ്റ്റർ കണ്ട് അയാൾ വണ്ടി നിർത്തുന്നു. വണ്ടി നിർത്തിയ ശേഷം ആ പോസ്റ്റർ ഒരെണ്ണം വലിച്ചു കീറുകയാണ്. എന്നിട്ട് അയാൾ വളരെ ഭയപ്പെട്ട് നോക്കുകയാണ്, ഈ പോസ്റ്റർ ഇവിടെ ആരാ ഒട്ടിച്ചെന്ന്. എന്നിട്ട് പോസ്റ്റർ ഉണ്ടായിരുന്ന ഫോൺ നമ്പറിൽ അയാൾ വിളിക്കുകയാണ്. എന്നാൽ ചാക്കോ വിളിക്കുമ്പോൾ ആ ഫോൺ ബിസിയാണ്. പിന്നീട് കാണിക്കുന്ന അവർ 4 പേരും കൂടെ ആ പ്രേതങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അപ്പം പെട്ടെന്ന് അവരുടെ ഡോറിൽ ആരോ മുട്ടി. അവൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കിനും അത് വേറെ ആരുമല്ലായിരുന്നു, അവരുടെ കൂട്ടുകാരൻ തന്നെയായിരുന്നു. ആ കൂട്ടുകാരൻ തന്നെയായിരുന്നു ആ പാരാസൈക്കോളജിസ്റ്റിനെ അവരെ പരിചയപ്പെടുത്തിയത്. അടുത്ത ദിവസം രാവിലെയും ചാക്കോ വിളിക്കുന്നുണ്ട് ആ നമ്പറിലേക്ക്, എന്നാൽ ആരും എടുക്കുന്നുമില്ല. അയാൾക്കൊരു സഹായം ഉണ്ടായിരുന്നു, കുഞ്ഞച്ചൻ. അയാളോട് പറയുകയാണ്, ഈ പോസ്റ്റർ ഇടിച്ച ആൾക്കാരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ അയാളുടെ അമ്മ പറയുന്നുണ്ട്, നീ പണ്ട് കുഴിച്ചിട്ടതൊക്കെ മാന്തെടുക്കാൻ ആൾക്കാർ വരും, നിനക്ക് ഷെവിലാർ പട്ടം ഒരിക്കലും കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അവർ 4 പേരും കൂടെ പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ പോലീസ് വന്ന് അവരെ അറസ്റ്റ് ചെയ്യുന്നു. ഇത് കുഞ്ഞച്ചൻ കാണുന്നു. എന്നിട്ട് ചാക്കയെ വിളിച്ച് പറയുന്നുണ്ട് അവരെ പോലീസ് പൊക്കിയെന്ന്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവർ പോലീസിനോട് പറയുകയാണ്, ഞങ്ങൾ ഡാൻസേഴ്സാണ്, ഈ പോസ്റ്ററിൽ കാണുന്ന ഡാൻസേഴ്സാണ്, ഞങ്ങൾ അങ്ങ് കൊച്ചിയിൽ നിന്ന് വരികയാണ് ഇവരെ കാണാൻ, പക്ഷെ അവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പോലീസ് അവരെ വെറുതെ വിടുന്നു. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു, പേര് സൂസൻ. അവൾ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാനായിരുന്നു അങ്ങോട്ട് വന്നത്. ചാക്കോ അവളുടെ ബാറിലേക്ക് കല്ലെറിഞ്ഞു എന്നായിരുന്നു കംപ്ലൈൻറ്റ്. എന്നാൽ
പോലീസ് പറയുന്നുണ്ട് ചാക്കോയെ പോലുള്ള ഒരു ഈശ്വരവിശ്വാസം എങ്ങനെയാണ് ഒരാളുടെ ബാറിലേക്കൊക്കെ കല്ലെറിയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൂസൻ പറയുന്നുണ്ട് പണ്ടും ഇതൊക്കെ തന്നെയായിരുന്നു അയാൾ ചെയ്തിരുന്നതെന്നൊക്കെ. പെട്ടെന്ന് അവിടെ ഫാൻ കറങ്ങുന്നു. ഫാൻ കറങ്ങുന്ന ആ കാറ്റിൽ ഒരു പോസ്റ്റർ സൂസൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. സൂസൻ ആ പോസ്റ്റർ എടുക്കുന്നു. എന്നിട്ട് വലിയ അത്ഭുതത്തോടെ ആ പോലീസിനോട് ചോദിക്കുകയാണ് ഇതെന്നത്ര ഇവിടെ ഇട്ടേക്കുന്നേ എന്നൊക്കെ. അപ്പോൾ പോലീസ് പറയുന്നുണ്ട് ഇത് കുറേ കലാകാരന്മാരുടെ പോസ്റ്ററാണ്, ഈ പോസ്റ്റർ ഒട്ടിച്ച പേരിലാണ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചായിരുന്നു, എന്നിട്ട് അവരെ ഇപ്പം പറഞ്ഞു വിട്ടു എന്നൊക്കെ പറയുകയാണ്. പെട്ടെന്ന് സൂസൻ ആ പോസ്റ്റർ എടുത്തുകൊണ്ട് ആ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. എന്നിട്ട് സൂസൻ അവരെ ഫോളോ ചെയ്യുന്നു. അവരുടെ വണ്ടി നിർത്തുന്നു. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് ഈ പോസ്റ്ററിൽ കാണുന്ന ആൾക്കാർ എങ്ങനെ അറിയാമെന്ന്. അവർ പറയുന്നുണ്ട് ഇത് ഞങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ഇവരെ എങ്ങനെ അറിയാമെന്ന്. അപ്പോൾ സൂസൻ അവരെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ നിന്നും. അങ്ങനെ അവരൊരു ബാറിലെത്തി. അത് സൂസൻ്റെ തന്നെ ബാറായിരുന്നു. അവിടെ സൂസൻ്റെ ക്യാബിനിലേക്ക് എത്തിക്കുകയാണ് അവരെ. എന്നിട്ട് അവരുടെ ഒരു ഫ്രെയിമും കാണിക്കുന്നു. എന്നിട്ട് സൂസൻ ചോദിക്കുകയാണ് ഇവരെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം, എന്തിനാണ് ഇവരെ അന്വേഷിക്കുന്നതെന്നൊക്കെ. ഞങ്ങൾ കൊച്ചിൻ്റെ ഡൊമിനിക് അച്ഛൻ പറഞ്ഞിട്ട് വരികയാണ് അവരുടെ സെമിത്തേരി വെഞ്ചരിക്കാൻ വേണ്ടി ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് എടുക്കാനാണ് ഞങ്ങൾ വന്നേക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അവർ. അപ്പോൾ സൂസൻ ചോദിക്കുന്നുണ്ട് എന്നാലും ഇവരുടെ ഫോട്ടോ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്നൊക്കെ. പള്ളിക്ക് നിന്ന് ഒരു പഴയ ഫോട്ടോ കിട്ടി, അത് ഞങ്ങൾ വരച്ചെടുത്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സൂസനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇവരെ അറിയാമെന്നൊക്കെ. അപ്പം സൂസൻ പഴയ കാര്യം പറയുകയാണ്. ഇതൊക്കെ കേട്ട് പ്രേതങ്ങൾ അവിടെ നിൽക്കുന്നതുണ്ട്. സൂസൻ പറയുന്നുണ്ട് അവർ പള്ളിയിൽ കൊയർ പാടിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു, യാക്കോബ്, പോൾ, ഇസഹാക്ക്. എന്നാൽ ഒരു ദിവസം അവരുടെ പള്ളിയിലെ വിശ്വാസത്തിനെതിരായി പാട്ടുപാടി എന്ന പേരിൽ അച്ഛൻ അവിടെ നിന്ന് പുറത്താക്കുകയാണ് അവരെ. എന്നാൽ അച്ഛൻ്റെ കൂടെ ചാക്കോയും ഉണ്ടായിരുന്നു. സൂസന്റെ വല്യപ്പനുണ്ടായിരുന്നു ഒരു ബാർ. അവിടെ യാക്കോബിനെയും പോളിനെയും ഇസഹാക്കിനെയും പാട്ട് പാടാൻ വിളിക്കുകയാണ് അവര്. എന്നാൽ അവിടെ പണ്ടേ ഡാൻസ് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു റാണിമരിയും ലൂക്കയും. അങ്ങനെ അവർ 5 പേരും കൂടി ആ ബാറിൽ ഡാൻസും പാട്ടെല്ലാം തുടങ്ങി. ഇതൊക്കെ ചാക്കോ അറിയുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ബാറിൽ നിന്ന് വരുമ്പോൾ അവരുടെ വണ്ടി തടയുകയാണ് ചാക്കോ. എന്നിട്ട് പറയുകയാണ് ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിന് ചേർന്ന പ്രവൃത്തിയല്ല, ഈ ബാറിലെ പണി നിർത്തിക്കണം എന്ന് അവരോട് പറയുകയാണ്. എന്നാൽ അവർ പറയുന്നുണ്ട് നിങ്ങൾ എന്തൊരു വിശ്വാസിയാണ്, നിങ്ങൾ ഇടവക പള്ളിയിലെ കുരിശ് മോഷ്ടിച്ച് വേറൊരു കുരിശ് വെച്ച കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുന്നു അവരെങ്ങനെ ശരിക്കും മരിച്ചു പോയെന്ന്. അപ്പോൾ സൂസൻ പറയുന്നു അന്നൊരു ന്യൂ ഇയർ ദിവസമായിരുന്നു. അവർ രാത്രിയിൽ ബാറിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവർ ശരിക്കും ആഘോഷിക്കാൻ വേണ്ടി ഒരു മലമുകളിലേക്ക് പോകുന്നു. അവർ കള്ളു കുടിച്ചിട്ട് കാണും. അവരാഘോഷിച്ച് എങ്ങനെയോ തിരിച്ചു വരുമ്പോഴത്തേക്കിനും ഒരു ആക്സിഡൻറ്റ് പറ്റി അവർ കൊക്കയിലേക്ക് മറിഞ്ഞാവാം മരിച്ചു പോയിട്ടുണ്ടാവുക. എന്നാൽ സൂസൻ പറയുന്നുണ്ട് ശരിക്കും അതൊരു ആക്സിഡൻ്റ് ആണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ. ഇത് കേട്ട് അവർ ചോദിക്കുന്നുണ്ട് എന്നാലെന്നാ ഇവിടെ അടക്കാതെ അവർ കൊച്ചിയിൽ കൊണ്ടുപോയി അടക്കിയേക്കുന്നതെന്ന്. സൂസൻ പറയുന്നു അവരെ ശരിക്കും പള്ളിയിൽ നിന്ന് പുറത്താക്കിയതാണ്, പള്ളിയിൽ പുറത്താക്കിയ ആൾക്കാരെ സെമിത്തേരിയിൽ അടക്കത്തില്ല, അതുകൊണ്ടാണ് വേറെ പള്ളിയെ കൊണ്ടുപോയി അടക്കിയേക്കുന്നതെന്ന്. ആ സമയത്ത് ചാക്കോ അങ്ങോട്ട് വരുന്നു. ചാക്കോയെ കണ്ട് സൂസൻ അവരോടെല്ലാം പുറത്തു നിൽക്കാൻ പറയുകയാണ്. എന്നിട്ട് ചാക്കോ സൂസനോട് പറയുന്നുണ്ട് മരിച്ചുപോയ ആൾക്കാരെയൊക്കെ അന്വേഷിച്ച് കുറേ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അവരെ നിൻ്റെ അടുത്ത് വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സൂസൻ പറയുന്നുണ്ട് വന്നിരുന്നു, അവരിപ്പം പുറത്ത് നിൽപ്പുണ്ട് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ഇവരെല്ലാവരും കൂടെ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അവരുടെ പുറകെ സൂസൻ ഫോളോ ചെയ്ത് പോവുകയാണ്. എന്നിട്ട് ചാക്കോ അവൻ്റെ സഹായിയെ വിളിച്ചിട്ട് പറയുകയാണ് ആ 4 പേരും ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, അവരെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന്. അതുകൊണ്ട് അവരെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ചാക്കോയുടെ സഹായി അവിടെ നിൽക്കുന്നുമുണ്ട്. അങ്ങനെ അവരുടെ പുറകെ സൂസനും ചാക്കോയും ചാക്കോയുടെ സഹായിയും പോലീസും എല്ലാം എത്തുകയാണ് അവരെ പിന്തുടർന്ന്. എന്നാൽ അവരാട്ടെ വഴിതെറ്റി ഒരു സൂയിസൈഡ് പോയിന്റിലോട്ട് എത്തുന്നു. അവിടേക്ക് സൂസനും എത്തുന്നു. സൂസൻ അവളുടെ തോക്കും എടുത്തുകൊണ്ട് വെടിവെക്കുകയാണ് ആ വാനിലോട്ട്. സൂസൻ എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് എങ്ങനെ നിങ്ങൾക്ക് അവരെ അറിയാം, അവരുടെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി, മരിച്ച ആൾക്കാരുടെ ഫോട്ടോസൊന്നും പള്ളികളിൽ സൂക്ഷിക്കാറില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഫോട്ടോസ് എല്ലാം കിട്ടിയത്, ദയവ് ചെയ്ത് നിങ്ങൾക്ക് അവരെ എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിക്കുകയാണ്. ഇങ്ങനെ സൂസൻ ചോദിച്ചപ്പോൾ അവരെല്ലാ സത്യവും സൂസനോട് പറയുകയാണ്. ആ സമയത്ത് അവിടെ ചാക്കോയും എത്തുന്നു. ചാക്കോയുടെ കയ്യിൽ തോക്കുമുണ്ട്. എന്നിട്ട് സൂസനോട് പറയുന്നുണ്ട് നിനക്ക് നിൻ്റെ കൂട്ടുകാരുടെ കൂടെ പോകാൻ സമയമായില്ലേ, ഞാൻ കൊണ്ടാക്കാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സൂസന് മനസ്സിലായി ശരിക്കും ചാക്കോ തന്നെയാണ് അവരെല്ലാവരെയും കൊന്നതെന്ന്. ചാക്കോ അവരുടെ കാറിലേക്ക് അവൻ്റെ ജീപ്പ് ഇടിപ്പിച്ചായിരുന്നു അവരെ കൊക്കയിലേക്ക് മറിച്ചിട്ടത്. അങ്ങനെ അവരും എല്ലാവരും മരിക്കുന്നു. അങ്ങനെ ചാക്കോയുടെ കയ്യിൽ നിന്ന് തോക്കെടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു ഫൈറ്റ് നടക്കുന്നു അവിടെ. ചാക്കോയുടെ നിന്ന് തോക്കെടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. ആ സമയത്ത് ധനുഷാണെങ്കിൽ വാഹനത്ത് കയറി നിങ്ങളെ കൊന്നവനാണ് ആ വെളിയിൽ നിൽക്കുന്നത്, നിങ്ങൾക്ക് പ്രതികാരം ചെയ്യേണ്ടതെന്നൊക്കെ ധനുഷ് ആ കുരിശകളോട് ചോദിക്കുകയാണ്. അങ്ങനെ ധനുഷിൻ്റെ ശരീരത്തിൽ അവരുടെ ആത്മാക്കളെല്ലാം കയറുകയാണ്. അങ്ങനെ ധനുഷ് ചാക്കോയെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ സൂസന്റെ വണ്ടിയുടെ മണ്ടയിലോട്ട് ചാക്കോ വീഴുകയാണ്. അപ്പോൾ പോലീസ് അവിടെ എത്തുന്നു. പോലീസ് ജീപ്പിനാണെങ്കിൽ ബ്രേക്കും കിട്ടുന്നില്ല. അങ്ങനെ പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ട് സൂസന്റെ കാറിലേക്ക് ഇടിക്കുകയാണ്.
വീഴുകയാണ്. ചാക്കോ ആണെങ്കിൽ തെറിച്ച് കൊക്കയിലേക്ക് വീഴുന്നു. അങ്ങനെ ചാക്കോ മരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് പ്രേതങ്ങൾ അവിടെ നിന്നും സന്തോഷത്തോടെ പോവുകയാണ്. എന്നാൽ റാണി മരിയ ആ നാട്ടുകാരി അല്ലാത്തതുകൊണ്ട് തന്നെ റാണി മരിയയുടെ ബന്ധുക്കളെ ഒന്നും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ബാക്കി 4 പേരുടെയും ബന്ധുക്കളെ കണ്ടുപിടിച്ച ശേഷം അവർ ഒപ്പീസ് ചെല്ലുകയാണ് അവരുടെ സെമിത്തേരിയിൽ. പിന്നീട് കാണിക്കുന്ന അവരുടെ ഈ അനുഭവങ്ങളെല്ലാം ഒരു സിനിമയാക്കാൻ അവർ തീരുമാനിക്കുന്നതാണ്. എന്നാൽ ആ സമയത്ത് ധനുഷിനാരോ അതിലെ കൂടെ നടന്നു പോകുന്ന പോലെ തോന്നുന്നു. അത് വേറെ ആരുമല്ലായിരുന്നു, റാണി മരിയ തന്നെയായിരുന്നു. അങ്ങനെ റാണി മരിയയുടെ ആത്മാവ് ഇപ്പോഴും അവരുടെ കൂടെ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്.